സിനിജി, യേശു ക്രിസ്തുവിൻ്റെ ചരിത്രമുറങ്ങുന്ന പുണ്യദേശവും നെതന്യാഹുവിൻ്റെ കയ്യിലായി. അതായത് ഹെർമോൺ പർവ്വതനിര നെതന്യാഹു പിടിച്ചെടുത്തു സിറിയയിൽ നിന്ന് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സിറിയയ്ക്ക് വലിയ തിരിച്ചടിയല്ലേ ഇതിലൂടെ ഉണ്ടാവുന്നത്? തീർച്ചയായിട്ടും. കാരണം ഇസ്രയേലിൽ അവർ നേരത്തെ ഗോലാൻ കുന്നുകൾ പിടിച്ചെടുത്തിരുന്നു. ഏതാണ്ട് 16,000 ചതുരശ്ര കിലോമീറ്റർ വരുന്ന മുഴുവൻ ഭാഗവും ഇപ്പോൾ ഇസ്രയേലിൻ്റെ കയ്യിലാണ്. അതിനുശേഷമാണ് ഈ ഹെർമോൺ മലനിരകൾ. അപ്പോൾ ബൈബിളിൽ പോലും പറഞ്ഞിട്ടുണ്ട് ഈ ഹെർമോൺ മലനിരകളെക്കുറിച്ച്. അതായത് യേശുദേവൻ ദൈവവുമായി നേരിട്ട് സംവദിച്ചു എന്നാണ് അവരുടെ ഒരു വിശ്വാസം. ആ വിശ്വാസത്തിൽ ഹെർമോൺ മലമുകളിൽ പോയിരുന്നാണ് യേശുവും ദൈവവുമായി അല്ലെങ്കിൽ ആ പിതാവുമായിട്ട് സംവദിച്ചതെന്നാണ് പറയുന്നത്. അപ്പോൾ അവരുടെ ഈ സംസ്കാരവുമായി പാരമ്പര്യവുമായി ഇഴുകിച്ചേർന്ന സ്ഥലമാണ് ഹെർമോൺ എന്ന് പറയുന്നത്. അപ്പം ഈ പറയുന്ന ഗോലാൻ കുന്നുകൾക്കൊപ്പം ഹെർമോണും കൂടെ പിടിച്ചെടുത്തു എന്ന് പറഞ്ഞാൽ സിറിയയിൽ ഇസ്രയേൽ ആധിപത്യം സ്ഥാപിച്ചു എന്നാണ് അർത്ഥം. അതായത് നിലവിൽ സിറിയ എന്ന് പറയുന്ന രാജ്യവും ഒരു കാലത്ത് ഈ പറയുന്ന ജൂതന്മാരുടെ അല്ലെങ്കിൽ ക്രൈസ്തവരുടെയൊക്കെ രാജ്യമായിരുന്നു. അതുപോലെ ലെബനനും അവരുടെയായിരുന്നു. പക്ഷേ കാലക്രമേണ ഇസ്ലാം മതത്തിൽപ്പെട്ട ആൾക്കാർ അവിടെ എത്തുകയും കുടിയേറി പാർക്കുകയും അവർ കടന്നാക്രമിക്കുകയൊക്കെ ചെയ്തിട്ട് ക്രൈസ്തവരെ അടക്കം പുറന്തള്ളിയതാണ്. ഇപ്പോൾ എന്താ സംഭവിച്ചത്? ഈ സിറിയ പോലെയുള്ള ഒരു രാജ്യത്ത് ബാഷർ അൽ അസദ് എന്ന് പറയുന്ന ഒരു ഭീകരനായ സ്വേച്ഛാധിപതിയായ ഭരണാധികാരി ഉണ്ടായി. അയാളെ അവിടുത്തെ വിമത സഖ്യം HTS എന്ന് പറയുന്ന ഹയാത്ത് തസ്ഹ്രീർ അൽ ഷാം എന്ന് പറയുന്ന ഒരു വിമത സംഘം പുറത്താക്കുന്നു. ഈ പുറത്താക്കിയതിന് ശേഷം അവിടെയുള്ള ഇറാൻ്റെ സൈന്യം, അതായത് ഹിസ്ബുള്ള, അവരൊന്നും തന്നെ സഹായിച്ചില്ല. പിന്നെ ഉള്ളത് റഷ്യൻ സൈന്യം, അവരും സഹായിച്ചില്ല. അപ്പോൾ ഇവർ സഹായിക്കാതിരുന്നപ്പം ഈ സിറിയ ഒറ്റപ്പെട്ടു. ഈ സമയത്ത് ഇസ്രയേൽ അവിടെ കനത്ത ബോംബാക്രമണം നടത്തി. റിക്ടർ സ്കെയിലിൽ 3.1 രേഖപ്പെടുത്തുന്ന രീതിയിലുള്ള കനത്ത ബോംബാക്രമണം ഈ സിറിയയിൽ നടത്തി. എന്ന് പറഞ്ഞാൽ നാളെ ഒരു കാലത്ത് ഈ പറയുന്ന ഇറാൻ സൂക്ഷിച്ചു വെച്ചിരുന്ന ആയുധങ്ങൾ, അവരുടെ ഈ രാസായുധങ്ങൾ ഉൾപ്പെടേണ്ടതെന്ന് പറഞ്ഞത്, ആ ശേഖരമൊന്നും ഇനി ഈ HTS എന്ന് പറയുന്ന വിമത സഖ്യത്തിനോ അതല്ലെങ്കിൽ ഭാവിയിൽ അവിടെ ഉണ്ടായേക്കാവുന്ന മിലിഷ്യകളുണ്ടാവും, ഈ ഭീകര സംഘടനകൾ, അവർക്കൊന്നും കിട്ടരുത്. ആ രീതിയിലുള്ള ആക്രമണം നടത്തി. മാത്രവുമല്ല സിറിയയുടെ കയ്യിലുണ്ടായിരുന്ന ഗോലോൺ മലനിരകളുണ്ടല്ലോ, ആ ഭാഗങ്ങളിലൊക്കെ തന്നെ ഇസ്രയേൽ ഏതാണ്ട് പിടിച്ച് കൈപ്പിടിയിലാക്കി. അവിടെ ഏതാണ്ട് 31 സെറ്റിൽമെൻറ്റുകളുണ്ട്. ഈ 31 സെറ്റിൽമെൻറ്റുകളായി 100,000-ഓളം ഇസ്രയേൽ ജനതയാണ് അവിടെ വസിക്കുന്നത്. ആ ഭാഗത്ത് 1/3 ഭാഗം കൂടെ കിട്ടാനുണ്ടായിരുന്നു. ഈ സ്ഥലം എന്ന് പറയുന്നത് ഈ പണ്ട് അഗ്നിപർവ്വത സ്ഫോടനമൊക്കെ ഉണ്ടായില്ലേ, അങ്ങനെ ഒഴുകി വന്ന ലാവയൊക്കെ ഒഴുകി വന്ന് ഈ കല്ലും പാറയൊക്കെ കിടക്കുന്ന ഒരു പീഠഭൂമി തന്നെയുള്ള പ്രദേശമാണ് ഈ 16,000 ചതുരശ്ര കിലോമീറ്റർ. അവിടെ ഇസ്രയേലിൻ്റെ ശ്രമഫലമായി കഠിനാധ്വാനം ചെയ്തുകൊണ്ട് ഇസ്രയേൽ ജനത അവിടെ കുടിയിരുത്തി എന്ന് പറയാം. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഇപ്പോൾ വീണ്ടും ഇസ്രയേൽ ആധിപത്യം സ്ഥാപിക്കുന്നു. എന്നിട്ട് ഈ ഹെർമോൺ മലനിരകളിലേക്ക് യേശുവിൻ്റെ കാലടികൾ പിന്തുടർന്ന് വന്ന ഇസ്രയേൽ സേന അവിടെ എത്തി. എന്ന് പറഞ്ഞാൽ ഇനി നിങ്ങളെ മോചിപ്പിക്കാൻ യേശു വരും എന്നാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രിയായ ബെഞ്ചമിൻ നെതന്യാഹു ഈ ഹെർമോൺ മലനിരകളിലെത്തി. അപ്പം ഹെർമോൺ മലനിരകളിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി എത്തുന്നതിലൂടെ എന്താ അർത്ഥമാക്കുന്നത്? ഇത് ഞങ്ങളുടെ രാജ്യത്തിന് അല്ലേ, അതെ, ഞങ്ങളുടെ രാജ്യം ആയി മാറി ഇത് എന്നുള്ളത്. ഈ സിറിയ എന്ന് പറയുന്നത് ഈ ഭീകരവാദികളെയൊക്കെ വളർത്തുന്ന, ഇന്ത്യയിൽ നിന്ന് തന്നെ ഭീകരവാദികളെ ആട് മേയ്ക്കാനൊക്കെ പോകുന്നു എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു സ്ഥലമല്ലേ സിറിയ? അത് ജൂതന്മാരുടേതാകുമ്പോൾ സിറിയയുടെ ആ ഒരു രീതി തന്നെ മാറുകയല്ലേ? ശരിക്കും പറഞ്ഞാൽ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് അതിനകത്തുള്ളതാണ്. ഈ സിറിയയും ലെബനും ഒക്കെ ഈ ക്രൈസ്തവരുടെ അല്ലെങ്കിൽ ജൂതരുടെ രാജ്യമായിരുന്നു. പക്ഷേ പിന്നീട് ഞാൻ പറഞ്ഞില്ല, ഈ പറയുന്ന ഇസ്ലാം ഒരു അധിനിവേശം ഉണ്ടാവുകയും അവിടെയൊക്കെ പലരും പിടിച്ചടക്കുകയും ചെയ്തു. അതായത് ഈ കാലക്രമേണ ഇസ്ലാം മതം അവിടെ കുടിയേറുകയും അല്ലെങ്കിൽ അവർ അവിടെ ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ബാഷർ അൽ അസദ്, അദ്ദേഹത്തിൻ്റെ പിതാവൊക്കെ അവിടെ ഭരണമേറ്റെടുത്തത്. അപ്പോൾ അവിടുത്തെ എന്തെടുത്തു? ക്രൈസ്തവർ ന്യൂനപക്ഷമായി മാറി, ജൂതരൊക്കെ പുറത്താക്കപ്പെട്ടു. അങ്ങനെയാണ് ഇവർ ഇസ്രയേലിലേക്ക് ചെന്നത്. പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ ഈ സ്ഥലം ഇവരുടെ ഇതിലേക്ക് വരുമെന്നുള്ളൊരു ധാരണ ഇസ്രയേലിനുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് കൃത്യമായ പ്രവർത്തനം നടത്തുകയും ഒരവസരം വന്നപ്പോൾ കൃത്യമായിട്ട് ഇസ്രയേൽ നേരെ ആക്രമണം നടത്തുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഭൂരിഭാഗം പ്രദേശവും ഞങ്ങളുടെയാണ്. ഈ ഹെർമോൺ മലനിരകൾ എന്ന് പറയുന്ന യേശുദേവൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട, അദ്ദേഹത്തിൻ്റെ പാരമ്പര്യവുമായി ബന്ധപ്പെട്ട സ്ഥലമാണ്. അവിടെ ഞാൻ എത്തിയിരിക്കുന്നു. അപ്പം ഈ ബെഞ്ചമിൻ നെതന്യാഹു പ്രധാനമന്ത്രി ആകുന്നതിന് മുമ്പ് അദ്ദേഹം ഈ ഇസ്രയേലിൽ ഒരു സോൾജിയറായിരുന്നു, ഒരു പട്ടാളക്കാരൻ. ആ സമയത്ത് 1965-ലും 1973-ലും ഒക്കെ അവിടെ യുദ്ധങ്ങൾ നടന്നിരുന്നു. ഈ യുദ്ധം നടന്നപ്പോൾ ഒരു സൈനികനായിട്ട് സേവനം അനുഷ്ഠിച്ച വ്യക്തിയാണ് ഈ നെതന്യാഹു. അന്ന് ഹെർമോൺ മലനിരകളിലും അതുപോലെ തന്നെ ഈ പറയുന്ന പ്രദേശങ്ങളിലും ഒക്കെ തന്നെ നെതന്യാഹു എത്തി. നേരിട്ട് കാൽനടയായി എത്തിയിട്ടുണ്ട്, അവരുടെ ടാങ്കുകളിൽ, ആ കവചിത വാഹനങ്ങളിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്ക് ഇപ്പോൾ പ്രധാനമന്ത്രി എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഭരണാധിപൻ എന്ന നിലയിൽ അദ്ദേഹം അവിടെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ സ്ഥലങ്ങളെല്ലാം കൂട്ടിച്ചേർത്ത് ഇനി ഞങ്ങൾ വിശാല ഇസ്രയേൽ ഉണ്ടാക്കും എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും ഇനി ഗോലാൻ കുന്നുകൾ ആർക്ക് വിട്ടുകൊടുക്കില്ല, സിറിയയ്ക്ക് വിട്ടുകൊടുക്കും.
സമ്മതിക്കില്ല. കാരണം സിറിയയിലെ ആർമിയോട് പറഞ്ഞല്ലോ, ഇപ്പൊ ഇവിടെ എന്താ ചെയ്യുന്നത്, 31 സെറ്റിൽമെന്റുകളിലായി 1 ലക്ഷത്തോളം ജൂതന്മാർ താമസിക്കുന്നു. ഇപ്പൊ ഇസ്രായേൽ ഗവൺമെന്റ്, അതായത് നെതന്യാഹു പറയുന്നു, $11 ബില്യൺ കൂടി ഞങ്ങൾ അനുവദിക്കുകയാണ്. ഇസ്രായേൽ ഗവൺമെന്റ് എന്തിനാണെന്നറിയോ, ഈ 1 ലക്ഷം എന്നുള്ള ജൂതരുടെ എണ്ണം 2 ലക്ഷമാക്കാൻ പോകുന്നു, ഇരട്ടിയാക്കുന്നു. അപ്പം 31 സെറ്റിൽമെന്റ് കോളനിയിൽ എന്നുള്ളത് ചിലപ്പോൾ 60 70 ഒക്കെ സെറ്റിൽമെന്റ് കോളനിയാവും. അപ്പോൾ പീഠഭൂമിയായി നിൽക്കുന്ന ഗോലാൻ കുന്നുകളെ ഇസ്രായേലിന്റെ ടെക്നോളജി ഉപയോഗിച്ച് മനോഹരമായ കൃഷിയിടങ്ങളാക്കി മാറ്റും, അതുപോലെ വാസയോഗ്യമായ സ്ഥലമാക്കി മാറ്റും. അപ്പോൾ പുറത്ത് പല ഭാഗങ്ങളിലായി ആട്ടി ഓടിക്കപ്പെട്ട ഇസ്രായേലുകാരുണ്ട്. നമുക്കറിയാലോ, ഇപ്പം ഹമാസുമായിട്ടുള്ള യുദ്ധത്തിൻ്റെ ഫലമായിട്ട്, ഹിസ്ബുള്ളയായിട്ടുള്ള യുദ്ധത്തിൻ്റെ ഫലമായിട്ട് പലരും അതിർത്തി പ്രദേശങ്ങളിൽ നിന്ന് ഓടിപ്പോയിരുന്നു. അവരെയൊക്കെ പതുക്കെ ഇസ്രായേൽ ഇവിടേക്ക് കൊണ്ടുവരും. എവിടേക്ക്? ഗോലാൻ കുന്നുകളിലേക്ക്. അപ്പോൾ ഗോലാൻ കുന്ന് മൊത്തം ആരായി മാറും? ജൂതന്മാർ, അല്ലെങ്കിൽ ഇസ്രായേലുകാർ മാത്രമായും. അപ്പോൾ അവിടെ പിന്നെ ഇവർക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം ഞങ്ങളുടെ സ്ഥലത്ത് ഇനി എന്നും ആരുടെ കാവലുണ്ടാവും? ഇസ്രായേലിൻ്റെ കാവലുണ്ടാവും. ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറയുന്ന പ്രധാനമന്ത്രി പറയുകയാണ്. അപ്പോൾ യേശുവിൻ്റെ, ഞങ്ങളുടെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഞങ്ങളുടെ ദൈവത്തിൻ്റെ പാദങ്ങൾ പതിഞ്ഞ മണ്ണ് ഇനി ഇസ്രായേലിൻ്റെ സ്വന്തമാണ്. ഇത് ബൈബിൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ കാലം കഴിഞ്ഞാലും ഞങ്ങൾ ഈ സ്ഥലം നേടിയെടുക്കും. കുറേ കാലം കഴിയുമ്പോൾ യേശുദേവൻ വീണ്ടും ഭൂമിയിൽ അവതരിക്കുമെന്നും അന്ന് ഈ ജനതയെ മുഴുവൻ ഭരിക്കുന്നത് ഈ യേശുദേവനായിരിക്കുമെന്നൊക്കെയാണ് അവരുടെ വിശ്വാസം. ഏതാണ്ട് അതിന് സമാനമാണ് നെതന്യാഹു എന്ന് പറയുന്നത്. യേശു നിയോഗിക്കപ്പെട്ട ഒരാൾ എന്ന രീതിയിലാണ് ആ നാട്ടിലെ ജനങ്ങൾ എല്ലാം കാണുന്നത്. അപ്പോൾ അവർ ഈ പറയുന്ന ഇസ്രായേലിനോട് കൂടി ഈ സിറിയയും കൂട്ടിച്ചേർക്കാണ്. അപ്പോൾ സിറിയയിലെ ഗോലാൻ കുന്ന് എന്ന് പറയുന്നത് 16,000 ചതുരശ്ര കിലോമീറ്ററാണ്. അതൊരു വലിയ ഏരിയയാണ്, ഏറ്റവും ഹൈറ്റുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ ഇസ്രായേലിനൊരു ആസ്ഥാനം ഉണ്ടായാൽ ദൂരെ നിന്ന് ശത്രുക്കൾ വരികയോ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണത്തിന് സാധ്യത ഉണ്ടാവുകയോ ചെയ്താൽ ഇസ്രായേലിന് അത് മുൻകൂട്ടി അറിയാൻ പറ്റും. അമേരിക്കയുടെ പിന്തുണ കൂടി കിട്ടിയാൽ, പണ്ട് ഇസ്രായേലിൻ്റെ ആവശ്യം ജെറുസലേം എന്ന് പറയുന്നത് ഞങ്ങളുടെ തലസ്ഥാനമാക്കണമെന്നായിരുന്നു. അന്ന് ലോകരാജ്യങ്ങൾ അംഗീകരിച്ചില്ല. പക്ഷേ ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായിട്ട് വന്നല്ലോ കഴിഞ്ഞ തവണ, അതായത് ബൈഡൻ വരുന്നതിന് തൊട്ട് മുമ്പ്. ആ സമയത്ത് ഈ ജെറുസലേമിനെ ഇസ്രായേലിന്റെ തലസ്ഥാനമായിട്ട് ആദ്യം അംഗീകരിച്ചു? ഡൊണാൾഡ് ട്രംപ് അംഗീകരിച്ചു. എന്ന് പറയുന്ന പോലെ ഈ ഗോലാൻ കുന്നുകളും അതുപോലെ തന്നെ ഹെർസോൺ മലനിരകളും എല്ലാം തന്നെ ഇനി ഇസ്രായേലിൻ്റെതാണെന്ന് നെതന്യാഹു അവകാശപ്പെടുന്നു. ഈ വരുന്ന ജനുവരി 20-ന് ഡൊണാൾഡ് ട്രംപ് വീണ്ടും അമേരിക്കൻ പ്രസിഡന്റായി അധികാരമേൽക്കുന്നതോടുകൂടി ഇതേ പദവി ഇതേ കാര്യങ്ങളൊക്കെ തന്നെ ഔദ്യോഗികമായി അമേരിക്ക അംഗീകരിച്ചു കൊടുക്കും. അതാണ് നെതന്യാഹുവിനും വേണ്ടത്. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് ലെബനൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ കുറേ ഭാഗങ്ങൾ, ഈ നേരത്തെ ഹമാസിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഗാസയും വെസ്റ്റ് ബാങ്കും ഉണ്ട്, അത് ഓൾറെഡി ഇസ്രായേൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ലെബനൻ കഴിഞ്ഞു, ഇപ്പോൾ സിറിയ കഴിഞ്ഞു. ഇതെല്ലാം കൂടെ ചേർന്ന് കഴിഞ്ഞപ്പോൾ എന്ത് വിശാല ഇസ്രായേലായി. അപ്പോൾ ലോകത്ത് മുഴുവനായി ചിതറിക്കിടക്കുന്ന ജൂതന്മാരെ ഒന്നിച്ചു ചേർത്ത് ഒരു വിശാല ഇസ്രായേൽ. അപ്പോൾ ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ഓരോ തവണയും മറ്റ് രാജ്യങ്ങളുമായി ഏറ്റുമുട്ടുമ്പോൾ അവരുടെ രാജ്യത്തിൽ നിന്ന് ഓരോ പോർഷൻ പിടിച്ച് ഈ രാജ്യം വലുതാക്കും. ഇതാണ് ഇസ്രായേലിൻ്റെ പാരമ്പര്യം. 6 days വാറിൽ അറേബ്യൻ രാജ്യങ്ങളുമായി ഉണ്ടായ ഏറ്റുമുട്ടലിനും ഇതുപോലെ തന്നെ സംഭവിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണം എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ ഈ ഗോലാൻ കുന്നുകളെയും ഹെർസോൺ മലനിരകളെയൊക്കെ ഇസ്രായേലിൽ കൈവശം വെക്കുന്നതിൽ എന്തെങ്കിലും അത്ഭുതം ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. യേശുവിൻ്റെ അല്ലെങ്കിൽ യേശു നിയോഗിക്കപ്പെട്ട ഒരാളായി നെതന്യാഹു മാറുമ്പോൾ ഇസ്രായേലിൻ്റെ വിസ്തൃതിയും ചരിത്രവും ഒക്കെ വേറെ രീതിയിലേക്ക് വഴിമാറുകയാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല.